ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരന്റെ പെൺമക്കളെ വീട്ടിനരികിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ചെക്കൻ ഇരുന്നുകൊണ്ട് പാട്ട് പാടുന്നുണ്ട്. ഒരു വ്യക്തി അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. അവന്റെ രൂപമൊക്കെ പറയുന്നുണ്ട്. മുടിയൊക്കെ നീട്ടിക്കൊണ്ട് തലയെ കാട്ടിക്കൊണ്ടാണ് അവൻ ഇങ്ങനെ പാട്ടിൽ ഇങ്ങനെ ആലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓഫിൻ ശൈത്താനുൻ, നാശം, ശൈത്താനാണിത്, അഖ്രിജൂഹു അഖ്രിജൂഹു, അവനെ പുറത്താക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദമുൽ മുഫ്രദിൽ പറഞ്ഞ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഹസനാണെന്ന് വിലയിരുത്തിയ ഹദീസാണിത്, അസറാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മ എങ്ങനെയാണ് ഇങ്ങനെ സംഗീതം പാടുന്ന ഇങ്ങനെ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ. ഇന്നെന്താണ് മുസ്ലിമീങ്ങളുടെ വീട്ടിലെ അവസ്ഥ? ഈ രൂപത്തിലുള്ള ഗായകന്മാരെന്ന് പറയുന്ന ചെമ്മാടികളെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. കല്യാണത്തിന് മുട്ടിപ്പാട്ടെന്നും അതുപോലെ സംഗീതങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഡ്രമ്മുകളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ മുട്ടിപ്പാട്ട് പാടുന്നു. ഇതാ ചുറ്റും അവരുടെ ഹിജാബ് പോലും ധരിക്കാത്ത, സൗന്ദര്യം പോലും മറച്ചു വെക്കാത്ത സ്ത്രീകളോട് ഒരു ഒപ്പം കൂടിയിട്ട് കൈമുട്ടി കൊട്ടിപ്പാടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ, ആ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും തൃപ്തിപ്പെട്ട ആളുകളിൽപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭൂലോകരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? അവരെങ്ങാനും നിങ്ങളുടെ കല്യാണ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓഫിൻ ശൈത്താനുൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ത്താനാണ് ഈ പാട്ട് പാടുന്നത്. അഖ്രിജൂഹു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾ സ്വഹാബികളെ ഇഷ്ടപ്പെടുന്നവരാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ മനസ്സിലാക്കുക സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ പറയുന്നത്, ഈ ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കണം. സംഗീതം എന്ന് പറയുന്നത് സഹോദരങ്ങളെ 4 മദ്ഹബുകളിലും വളരെ കൃത്യമായി മനസ്സിലാക്കുക, 4 മദ്ഹബുകളിലും അത് നിഷിദ്ധമാണെന്നുള്ളതിന് ഏകാഭിപ്രായമാണ്. 4 മദ്ഹബുകളിലും നിഷിദ്ധമാണെന്നുള്ളതിന് ഏകാഭിപ്രായമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി കാര്യം ഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.